ഓക്കെ. നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം കേട്ടോ. അതായത് എനിക്ക് തോന്നിയിട്ടുണ്ട് പാർട്ട്ണറിൽ എന്താണ് വേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. ഇപ്പം നമ്മളെ പാരൻസ് എന്താണോ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരുന്നത്, ചോയ്സസേ ഉണ്ടായിരുന്നില്ല അന്ന്. ആരെ ഒരാൾ വരുന്നു, അയാളെ കാണുക മാത്രമല്ല, അയാളുടെ സ്വഭാവം എന്താണ്, അയാളുടെ ഇഷ്ടം എന്താണ്, ഒന്നും അറിയാണ്ട് ആയിരുന്നു അന്ന്. അതായത് നമുക്ക് ചോയ്സ് ഇല്ല എന്ന് തന്നെ പറയാം. ഇന്ന് നമുക്ക് ആക്ച്വലി നമ്മൾ പറയുമല്ലോ, മനുഷ്യന്മാരാണെങ്കിൽ മനുഷ്യനല്ലേ, ചക്കയൊന്നുമല്ലല്ലോ ചൂഴ്ന്ന് നോക്കാൻ എന്ന് പറയും. പക്ഷെ ഇപ്പം എല്ലാത്തരം പോസിബിലിറ്റീസും ഉണ്ട്. ആസ് ഇൻ നമ്മൾ എത്രത്തോളം നമ്മളെ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യണമെന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. പക്ഷേ പാർട്ട്ണർ എന്നുള്ളത് ഒരു ആണിനും പെണ്ണിനും വേണ്ടത് എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ട് എന്നാണ് എക്സ്പീരിയൻസ് എന്ന് തോന്നിയിരിക്കുന്നത്. അതായത് ഇതാണ് എനിക്ക് എൻ്റെ പാർട്ട്ണറിൽ വേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പാർട്ട്ണറിൽ വേണ്ടത്. അപ്പം ഇപ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെയും കാണുന്നുണ്ടാവും. കല്യാണം കഴിച്ച് 10 വർഷമായവരെ കാണുന്നുണ്ടാവും, 20 വർഷമായവരെ കാണുന്നുണ്ടാവും, കല്യാണം കഴിക്കാൻ പോകുന്നവരെ കാണുന്നുണ്ടാവും, ജസ്റ്റ് കഴിഞ്ഞ്. അപ്പം അത് എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ട് ഇൻ വുമൻ ആൻഡ് മെൻ. അത് ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഈവൻ കൾച്ചറൽ, നമ്മുടെ സോഷ്യൽ സിനാരിയോസ്, നമ്മളുടെയൊക്കെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ്, എക്കണോമി, ഇതെല്ലാം ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ആണും പെണ്ണും അങ്ങോട്ട് കാലം മാറിയപ്പോഴത്തേക്ക് അങ്ങോട്ട് പെട്ടെന്ന് മാറിപ്പോയതൊന്നുമല്ല. ഞാൻ ആദ്യം ഫീമെയിൽസിൻ്റെ ഇത് നീഡ്സ്, മെന്നിലും ഫീമെയിലും എല്ലാവർക്കും വേണ്ടത് അവരെ മനസ്സിലാക്കുന്ന ഒരാളാണ് അൾട്ടിമേറ്റ്ലി, അല്ലേ? അവരെ ജഡ്ജ് ചെയ്യാതെ അവരെ കൂടെ നിൽക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെയാണ് വളരെ കോറായിട്ട് രണ്ടു കൂട്ടർക്കും വേണ്ടത്. പക്ഷേ ഈ പണ്ടത്തെ ഇപ്പോഴത്തെയും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് മെൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെന്താ അന്വേഷിക്കുക? ജോലിയുണ്ടോ? സാലറി എത്രയാ? അവരുടെ വീട്ടിലെ സാഹചര്യം എത്രയാ? പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുക്കാനുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കാറുണ്ട്, അല്ലേ? അതെ. വീട്ടിൽ സ്വത്തുണ്ടോ? പുറത്തെങ്ങനെയാണ്? ഇതാണ് നമ്മൾ നോക്കണത് മെയിൻലി, അല്ലേ? അതെ. അത് പ്രൊവൈഡ് ചെയ്യുക, സേഫ് ആവുക എന്ന് പറയുന്നത് അതിലായിരുന്നു. അവിടെ കുറവ് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സാധനം എന്ന് പറയുന്നത്, ഇയാൾ ഇമോഷണലി അവൈലബിൾ ആയിരിക്കുമോ, നമ്മളെ മനസ്സിലാക്കാനായിട്ട് ഇരുന്ന് തരുമോ, കേൾക്കുമോ, കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമോ, അതൊന്നും നമ്മൾ നോക്കാറില്ലായിരുന്നു പണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്തേക്ക് വന്നപ്പോൾ പ്രൊവൈഡ് ചെയ്യാനായിട്ടൊരു മെന്നിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ള ആവശ്യം പെൺകുട്ടികൾക്ക് അത്രയ്ക്കില്ല. ഇനി ഉണ്ടാവാം, ഇല്ല എന്ന് ഫുള്ളി പറയണില്ല, ബട്ട് മെജോറിറ്റി വിമനും ഇന്നത്തെ കാലത്ത് പഠിച്ച് ജോലി സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഏൺ ചെയ്യാന്നുള്ളതൊരു പ്രയോറിറ്റി ആയിട്ട് തന്നെ കണ്ട് വളർന്നു വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഇനി പൈസയ്ക്കും ഈ സേഫ്റ്റിക്കൊന്നും ഒരു കമ്പാനിയൻ്റെ ആവശ്യമില്ല. പിന്നെ വേണ്ടത് എന്താ? ഇമോഷണൽ അവൈലബിലിറ്റിയാണ്. അത് മെന്നിന് ഉണ്ടോയെന്ന് നോക്കുമ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ പാരൻസ്, അവരുടെ അച്ഛൻ, അച്ചച്ചൻ, അവരുടെ അച്ഛൻ, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആണായിരിക്കുക എന്ന് പറയുന്നതിനൊരു സങ്കല്പമുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ആ സങ്കല്പം എത്ര ജനറേഷൻ ബാക്കോട്ട് നിങ്ങളുടെ ഓരോ ആളുകളുടെയും ഫാമിലിയിലും ബ്രേക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം അവർ എത്രത്തോളം ഇമോഷണലി അവൈലബിൾ ആയിരുന്നു. ഈവൻ പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് അവർ എത്രത്തോളം എക്സ്പ്രസീവ് ആയിരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ നോക്കുമ്പോൾ ഷട്ട് ഡൗൺ ചെയ്തിരുന്നു. മേ ബി ഈവൻ നമ്മളുടെ പാരൻസ് അടക്കം നമ്മൾ കുഞ്ഞിലെ കണ്ട പാരൻ്റ് ആവില്ല നമ്മളുടെ അച്ഛനോ ഒക്കെ. ഇപ്പോൾ അവരും വളർന്നിട്ടുണ്ടാവും നമ്മുടെ കൂടെ. പണ്ട് പലതും പറയാൻ ഓക്കെ അല്ലാതിരുന്ന അച്ഛന്മാർ ഈ പ്രായമായ നേരത്താണ് അവർ കുറച്ചും കൂടി ചില്ലായതെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് കുട്ടികൾ. പണ്ടൊന്നും തല്ലിയതൊന്നും അവർക്ക് ഓർമ്മയേ ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോൾ കേൾക്കാനും വേണ്ടത് എന്താണെന്ന് ചോദിക്കാനും ഓക്കെ അല്ലെങ്കിൽ സോറി പറയാനും ഒക്കെ പഠിച്ചു വരുന്ന പാരൻസ് ഉണ്ട് കേട്ടോ. അതെ. അപ്പോൾ ഈ ചേഞ്ചസ് അതുപോലെ തന്നെയാണ് നമ്മൾ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുന്ന സമയത്തും വരുന്നത്. ഇമോഷണലി അവൈലബിൾ ആവുന്ന, നമ്മൾക്ക് മിസ്റ്റേക്സ് പറ്റിക്കഴിഞ്ഞാലും അതിനെപ്പറ്റിയൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാൻ, ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ, ഡിഫിക്കൽട്ട് ഇമോഷൻസിൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നതാണ് ഗേൾസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, മെന്നിൽ സീക്ക് ചെയ്യുന്ന കാര്യം ഇപ്പം അതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആൺകുട്ടികളെ അത് പഠിപ്പിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അവരെ നമുക്ക് കുറ്റം പറയാൻ വയ്യ. അവർ കൺഫ്യൂസ്ഡ് ആണ്. നിൽക്കണോ നിൽക്കണ്ടേ, പറയണോ പറയണ്ടേ, ഓക്കെ ആയിട്ട് ഞാൻ വരാം, ഞാൻ അതുവരെ പുറത്തെവിടെയെങ്കിലും പോയി നിൽക്കാം, അല്ലെങ്കിൽ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പല ഫിലിമിനും കൊണ്ടുപോവുക, എന്തെങ്കിലും സാധനം മേടിച്ചു കൊടുക്കുക, രീതികൾ മാറി. അപ്പോൾ ഇതല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് ഇമോഷണലി ആണ് അവൈലബിൾ ആവേണ്ടത്. അതവർക്ക് അറിയില്ല. ഇനിയൊരു പ്രശ്നം സോൾവ് ആയി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വന്നിരുന്ന് സംസാരിക്കാനും അവർ ഇനീഷ്യേറ്റീവ് എടുക്കാറില്ല. അപ്പോൾ നമുക്ക് തോന്നും
നമ്മൾ അബാൻഡൻ ചെയ്യാണ്, ഉം. നമ്മുടെ ലൈഫ് സേഫ് അല്ല, ഉം. പ്രശ്നം എപ്പോഴും അൺറിസോൾവ് ആയിട്ട് കിടക്കും, അല്ലെങ്കിൽ ഞാൻ വേണം ചെന്ന് പ്രശ്നം തീർക്കാൻ. തീർക്കാൻ. അപ്പോൾ ആ ഇമോഷണൽ ബേർഡൻ മൊത്തം ഒരാളൊരു റിലേഷൻഷിപ്പിൽ ക്യാരി ചെയ്യുന്നത് പോലെയാണ് പെൺകുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആൺകുട്ടികൾക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പ്രശ്നമൊന്നും ഉണ്ടാവരുത്, ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. പക്ഷെ ആ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് അല്ലേ, ആ. ഞാൻ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീക്കാണെന്ന് ഞാനൊരു വിചാരിക്കും. ലെസ്മാൻ ആയി പോവോ? ആണ്, കാരണം അവരുടെ കോൺവെർസേഷൻസ് അവരുടെ സർക്കിളിൽ വരുമ്പോൾ ഇതൊന്നും പറയാനേ പാടില്ലാത്ത കാര്യങ്ങളാണ്. സ്റ്റാൻഡേർഡ്സും നീഡ്സും ഒക്കെ ഇന്റേർണലി മെന്നിനും വിമനും സെയിം ആണ്. തന്നെയാണ്. പക്ഷെ പഠിക്കേണ്ട ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെയാണ് ബോത്ത് മെൻ ആൻഡ് വിമൻ സീക്ക് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത്. ഫൈനാൻഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന ആളെയല്ല. അല്ല. അതാണ് ചേഞ്ച് ആയിട്ടുള്ളത് തോന്നുന്നു.